ഓക്കെ, നമുക്ക് ഈ മാറ്റർ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. താങ്ക് യു. പക്ഷേ എനിക്കിത് അത്ര സമാധാനത്തോടെ അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് നിങ്ങളുടെ സുഹൃത്ത് ജോൺ വിക്കിനോട് സംസാരിക്കാനുണ്ട്. എൻ്റെ സംശയങ്ങൾ തീർത്തു തന്നതിന് നിങ്ങളോട് എനിക്ക് നന്ദി പറയാനുണ്ട് ജോൺ വിക്ക്. പിന്നെ മിസ്റ്റർ വിക്ക്, നിങ്ങൾ ജോലി എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമായിരുന്നു. താങ്ക് യു. പക്ഷേ ഞാനൊരു ഫ്രീലാൻസ് നടത്തുന്നുണ്ട്. താൽക്കാലികമായി മാത്രമേ ഞാൻ ഈ പട്ടണത്തിൽ ഉണ്ടാവുകയുള്ളൂ. പിന്നെ പിക്കാസോ എൻ്റെ പേഴ്സണൽ മാറ്ററായിരുന്നു. ഓക്കെ, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾ ശമ്പളമായി കണക്കാക്കരുത്. ഇതൊരു സമ്മാനമായി നിങ്ങൾ കൂട്ടണം. ഒരു ഗേൾ ഫ്രണ്ട് ഗിഫ്റ്റ് തരുമ്പോൾ ഇത്ര എന്ത് ചിന്തിക്കാനിരിക്കുന്നു? ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞേക്ക് പിക്കാസോ രക്ഷപ്പെട്ടു എന്ന്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ബട്ട് ഞങ്ങളുടെ ബിസിനസ്സിൽ ഫോർഗീവ്നെസ്സിനായി ഒരു റൂളുണ്ട്. ലൈഫ് ഈസി ആവുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾ നിരാകരിക്കുക. ഈസി? എന്തിനു വേണ്ടി? എവരിബഡി മിസ്റ്റർ വിക്ക്. ഒരർത്ഥത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് അത് തന്നെയാണ് പറയുന്നത്. താങ്ക് യു ചരോൺ, ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചതിന്. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ വിക്ക്. എന്താ ബില്ലി, ഇതിനെയാണോ നീ മാസ് എന്ന് വിളിക്കുന്നത്? യാ അതെ, പക്ഷേ നമ്മൾ ഒരുപാട് തെളിവുകൾ ബാക്കി വെച്ചു. അതുണ്ടാവരുത്. ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. ഗുഡ് ഡിസിഷൻ. യെസ് ബഫല്ലോ, എനിക്ക് വെടിയേറ്റിരുന്നു, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആരാ ഇത് ചെയ്തത്? ജോൺ വിക്ക്. നിനക്കോർമ്മയില്ലേ മെക്സിക്കോയിലെ ആ പയ്യനെ? അവനെ അയച്ചത് ബില്ലിയാണ്. എന്ത്? ബില്ലിയോ? യെസ്, ബില്ലിയാണ് എന്നെ കൊല്ലാൻ വേണ്ടി ജോൺ വിക്കിനെ അയച്ചത്. അവന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അടുത്ത ടാർഗറ്റ് നീയാകും. ബില്ലി, എനിക്ക് വെടിയേറ്റിരിക്കുന്നു. ആരാണത് ചെയ്തത്? ജോൺ വിക്ക്. അവനെ ഓർമ്മയില്ലേ മെക്സിക്കോയിലെ ആ പയ്യൻ? അവനെ അയച്ചത് ബഫല്ലോ ആണ്.